ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജുവേട്ടൻ എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോണ്ടല്ലേ ഞാനും ഇവള് രക്ഷപ്പെട്ടത്. എടാ അനിയ ഹരീഷേ, നമ്മുടെ അളിയനെ മനസാക്ഷിയും സ്നേഹമുള്ളവനാ. ഇഷ്ടമല്ലായിരുന്നിട്ട് കൂടി അളിയനമ്മയെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ലേ? ആര് പറഞ്ഞു രാജുവിന് എന്നെ ഇഷ്ടമില്ലാന്ന്? ദേ ജയേട്ട, ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞു പരത്തല്ലേ. ഞാനും രാജുവും കൂടി കുട്ടിക്കാലം മുതലുള്ള ബന്ധമാ. രാജുവിന്റെ മനസ്സിൽ ഞാനും എന്റെ മനസ്സിൽ രാജുന്ന് അന്നേ ഇരിപ്പുറപ്പിച്ചതാ. ഇവര് കർക്കടക്കായയിലെ കളിവെള്ളം ഓടിച്ചും കണ്ണാഞ്ചിരട്ടയിലെ കഞ്ഞിയും കറിയും വെച്ച് വളർന്നവരല്ലേ? അല്ല, രാധമ്മ എവിടെ? ഇവിടെ ഉണ്ട്. ആ അതാവുന്നല്ലേ. ഞാനിവിടെ ഉണ്ട് രുക്മിണി. അല്ല, നാളെ നടക്കുന്ന കല്യാണത്തിന് മുമ്പേ ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കണം. അതിന് രാധമ്മയും കൂടെ വേണ്ടേ? ആ എല്ലാരും ഉണ്ടല്ലോ. ഞാനൊന്ന് കിടക്കാൻ ഭാവിച്ചതാ. അപ്പോഴാ രുക്മിണിയുടെയും രമ്യയുടെയും ശബ്ദം കേട്ടത്. വന്നത് വളരെ നന്നായി. ഞാനൊരു നല്ല കാര്യം പറയാനേ ഇപ്പൊ വന്നത്. നാളെ രമ്യയും രാജുവും തമ്മിലുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ എന്റെ മരുമകളായിട്ട് ശ്രീയെ അംഗീകരിക്കും, വീട്ടിലും കൊണ്ടുപോകും. സുഭാഷ്. സുഭാഷ് അല്ലമ്മേ, സബാഷ്. മറ്റന്നാൾ ഹരീഷിന് അവകാശപ്പെട്ട എല്ലാ ഷെയറുകളും നൽകിക്കൊണ്ടുള്ള രജിസ്ട്രേഷൻ. അപ്പോ അതിനോടൊപ്പം ആ വീട് എനിക്ക് എഴുതി തന്നതിന്റെ രജിസ്ട്രേഷൻ. ഡൺ. പിന്നെ ഞാനൊരു ചുക്കും ഇവർക്ക് കൊടുക്കില്ല. കോടാലി. അപ്പൊ നാളെ കല്യാണത്തിന് കാണാം. വരമ്യേ. അയ്യോ രുക്മിണി, ഒരു സംശയം. എന്താ ജയന്റെ അമ്മേ? അല്ല, ഇതുവരെ ഒരു കാര്യത്തിനും കാണാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുന്നതാ. മൂപ്പര് കല്യാണത്തിനില്ലേ രമ്യയുടെ അച്ഛൻ? അങ്ങേരനോട് പിണങ്ങി നടക്കുക. പിണക്കോ? എന്താ കാര്യം? അതൊക്കെ അങ്ങേർക്കെ അറിയും. ഇതാ ചില അലവലാദികളായ ഭർത്താക്കന്മാരുടെ കുഴപ്പം. മകളുടെ കല്യാണത്തിനും കൂടെ വന്നില്ലെങ്കിൽ പിന്നെ ആ പരിസരത്ത് അടുപ്പിക്കരുത്. ഉപേക്ഷിച്ചുകളാ. ദണ്ടേ, വേഗം വിവാഹമോചനം നേടിയെടുക്കൂ. നീ വാ രമ്യ. വാ വാ അമ്മേ. അകലേ